ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത്. ഞാൻ എണീറ്റപ്പോഴത്തേനും അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള ഈശ്വരമംഗലം അമ്പലത്തിലേക്കാണ് കേട്ടോ പോണേ. അപ്പോൾ പാപ്പി എണീറ്റിട്ടില്ല. ഞാൻ അവർ വരുമ്പോഴത്തേനും പണികളൊക്കെ തീർക്കാനുള്ള തത്രപ്പാട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുണ്ട്, തുടയ്ക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ അതിനും കൂടെ ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് പാപ്പി എണീറ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ദോശയൊക്കെ ഉണ്ടാക്കുകയാണ്. ദോശ ഉണ്ടാക്കിയ ശേഷം ഞങ്ങൾ ചട്നിയും ചായയൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. എന്നാൽ അവർ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് പാപ്പിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാനുണ്ട് കേട്ടോ. അടിക്കലും തുടയ്ക്കലൊക്കെ നമ്മുടെ അപ്പോഴത്തേനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അമ്മയും അച്ഛനും കൂടെ അമ്പലത്തിൽ നിന്ന് വന്നത്. അവർ വരുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ, സൺഡേ ആയതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കനുമാണ് കേട്ടോ. അപ്പോൾ ഇനി പാപ്പിക്ക് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു സിറപ്പ് പോലെ മരുന്നുണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് കഞ്ഞിക്കൂർക്കയുടെ ഇലയും പിന്നെ തുളസി ഇലയും കൂടെ വാട്ടിയിട്ട് പിഴിയുക. അതിൻ്റെ നീരെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഇത് കുട്ടികൾക്ക് കഫക്കെട്ട് വരാതിരിക്കാനൊക്കെ ഒരുവിധം അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹോം റെമഡിയാണ് കേട്ടോ. അത് അവൾക്ക് ഇഷ്ടമാണ് കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. തേൻ ചേർക്കൊണ്ട് അധികം ചമർപ്പൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. പിന്നെ അച്ഛൻ്റെ അവിടെ ചിക്കൻ റെഡിയാക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സവാള കട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും കൂടെ. ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. വെക്കേഷൻ ടൈമിലാ തോന്നുന്നു. വെക്കേഷൻ എന്നിട്ട് എന്ത് ചെയ്തോ, അവിടെ മറ്റേ നമ്മുടെ ഉരുക്കിയിട്ട് ഒട്ടിക്കുന്ന സാധനമില്ലേ, അത് ഞാൻ കട്ട് ചെയ്യായിരുന്നു. കൈമുറിച്ചതായിരുന്നു ഞാൻ. അപ്പൊ അമ്മ ഇവിടെ വന്നിരിക്കുന്നു. അമ്മോട് ഞാൻ അച്ഛനോട് ഇനി പറയാൻ നിന്ന അതിന് തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട് കളിക്കണ പോലെ ഇപ്പോഴും വന്നിട്ടുണ്ട്. അണ്ണാൻകുട്ടിയെ പോലെയാണ്. ഇതും കട്ടിയ അത് കട്ടിയണ്ട, ഞാൻ എന്താ ഞാൻ സംഭവമാണെന്ന് നിങ്ങൾക്കല്ലേ അറിയില്ലേ? ഇനി നമ്മൾ പാചകത്തിലേക്ക് കിടക്കുകയാണ്. ചിക്കൻ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ സാധനങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ ചട്ടി വെച്ച് സവാള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് സവാളയിലേക്ക് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് അപ്പോഴും. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്തു. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്യാനുണ്ട്. തക്കാളിയിൽ കുറച്ച് നീരുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അടി പിടിക്കില്ല. അപ്പോൾ
പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. തക്കാളി കുറച്ച് വലിപ്പം അധികം കഴിഞ്ഞാൽ കട്ട് ചെയ്തപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ. അതിലേക്ക് കുറച്ചൊരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടുമ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരു കൊഴുപ്പ് കിട്ടും കേട്ടോ. പിന്നെ ചിക്കൻ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തു. ഇനി ഇത് നമ്മൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അതായത് നെയ്ച്ചോറിലേക്കുള്ള പരിപാടികൾ നോക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും അമ്മ പാപ്പിനെ കുളിപ്പിക്കും. ഇപ്പോൾ നെയ്ച്ചോറിലേക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് കോരാനുള്ളതെല്ലാം ആദ്യം വറുത്ത് കോരണം കേട്ടോ. കുക്കറിലാണ് നമ്മൾ വെക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആദ്യം കുറച്ച് ഡാൽഡയും പിന്നെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തു. ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ നെയ്യായിരുന്നു കേട്ടോ. ഇനി വറുത്ത് കോരാനുള്ള സാധനങ്ങളെല്ലാം ആദ്യം വറുത്ത് എടുക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ മുകളിൽ വെതറാനുള്ള സവാളയും കൂടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. കുരുമുളക്, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടായതിന് ശേഷം സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. സവാള വല്ലാതെ ബ്രൗൺ കളറാവാൻ നിൽക്കരുത്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കളർ മാറും. ഒന്ന് വാടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഗ്രീൻ പീസും ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ എത്ര കപ്പ് അരിയാണോ എടുത്തത് അതിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് അളന്ന് വെള്ളം ഒഴിക്കുക. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ചധികം നമ്മൾ വെള്ളം നോക്കുമ്പോൾ ഉപ്പ് കുറച്ചധികം നിൽക്കണം. കാരണം ചോറിലേക്ക് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപ്പുണ്ടാവില്ല. അങ്ങനെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ അരി കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക. എന്നിട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 2 വിസിൽ ഉടനെ അടുപ്പിച്ച് വരിക. എന്നിട്ട് എയർ തുറന്ന് വിടുക. അപ്പോൾ നമുക്ക് പാകം വേവായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റായി കളർഫുള്ളായ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അരി നല്ല സൂപ്പർ അരിയായിരുന്നു. ഏത് അരിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു പാത്രത്തിലേക്ക് അത് മാറ്റിയ ശേഷം ഇടയിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള റൈസായിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് സാലഡ് ഉണ്ടാക്കണം. അതിവിടെ അമ്മ സെറ്റാക്കുന്നുണ്ട്. നമുക്കിനി ഇത് കഴിക്കാൻ ഇല മുറിക്കണം. അപ്പോൾ ഇല മുറിക്കാൻ പോവാം. അത് വേണ്ട, നന്നല്ല. അങ്ങനെയാണോ അച്ചു ഇല മുറിക്കുക? ബലല്ല കയ്യിന്, അതാണേ. അത് ആ തൂമ്പയില പറയില്ലേ, അത് അച്ഛനുള്ളത് കേട്ടോ. പോരെ, നീ തുടച്ച് വൃത്തിയാക്കേണ്ട അച്ഛൻ്റെ ഡ്യൂട്ടി. എന്താക്കിയ കത്തി താഴെയിടോ, കത്തി താഴെയിടാ, പെറുക്കടാതെ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നല്ല ഒതുങ്ങിയ മഴയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് മഴ പെയ്യുന്നത് കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങളുടെ എല്ലാ പണികളും ഒരുങ്ങി കുറച്ച് നേരം ടി വി കണ്ടു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് തുറക്കുമ്പോൾ തന്നെ. പിന്നെ ചിക്കനിൽ കുറച്ച് വെള്ളം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് എന്തായാലും കഴിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ പാപ്പിയും അച്ഛനും റെഡിയായിരിക്കുന്നുണ്ട് കഴിക്കാൻ. പാപ്പി ഇവിടെ ചെയറിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലകയൊക്കെ വെച്ചിട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അവൾ തന്നെ സെർവ് ചെയ്തു. അപ്പോൾ ഇനി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ അച്ചു? സൂപ്പറാ. എല്ലാം ചിക്കൻ ആൻഡ് സാലഡ് അപ്പുറല്ലേ വെച്ചിട്ടുള്ളൂ. ബിരിയാണി, നെയ്ച്ചോറ്, സൂപ്പർ. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അപ്പോൾ അച്ഛൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി എന്നുള്ളത് തന്നെയായിരുന്നു. ഇത്ര ഗ്രേവി വേണ്ടായിരുന്നു എന്നാണ് അച്ഛൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നത് കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്